വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മലയാളം മീഡിയം സമഗ്ര പ്ലസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ആനുവൽ എക്സാമിനുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇതേപോലെയുള്ള മോഡൽസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തനം 1. 1 സെൻറ്റിമീറ്റർ വശമുള്ള ഏതാനും സമചതുരങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു ചതുരമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ചോദ്യം, ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വശമുള്ള ആകെ എത്ര സമചതുരങ്ങൾ നിരത്താമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആകെ എത്ര എണ്ണമാണുള്ളത്? 1, 2, 3, 4 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത് 4 എണ്ണം നമുക്ക് വരക്കാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലായി, നിരത്താൻ പറ്റും. ഇനി ഇങ്ങനെ എത്ര എണ്ണം പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് വരച്ചു നോക്കുക. ഇപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3, ഇത് 4 അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5 എണ്ണം വരക്കാൻ വേണ്ടി പറ്റും. അഥവാ 4 × 5 ആണ് ഇതിൽ എത്ര എണ്ണം നിരത്താൻ പറ്റും എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 20 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 20 സമചതുരങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ നിരത്താമെന്ന് മനസ്സിലായി അല്ലേ. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? എത്രയാണ്? 20 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും. 20 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. ഏതായിരിക്കും? 4 സെൻറ്റിമീറ്ററും ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്ററും ഇത് 5 സെൻറ്റിമീറ്ററും ആയിരിക്കും അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും തന്നെയാണ്. ഇനി ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ വേണ്ടി പറയുന്നുണ്ട്. ചുറ്റളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നീളം ഇൻറ്റു വീതി ചെയ്യണം അല്ലേ. അപ്പോൾ 2 നീളം നമുക്ക് ചെയ്തു നോക്കാം. എത്രയാണ്? 2 × 5 പ്ലസ് 2 × 4 എത്രയാണ്? 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 പ്ലസ് 2 × 4 8, 10 പ്ലസ് 8 18 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടത്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2 ആണ്. 3624 എന്ന സംഖ്യയെ ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര മിച്ചം ലഭിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3624 ആണ്. അതിനെ ഈ നമ്പേഴ്സൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഹരിക്കേണ്ടത്. എന്ന് പറയുന്നത് 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? എത്രയാണ്? 4 ആണ് നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടുന്നത്, അഥവാ മിച്ചം കിട്ടുന്നത്. 5 കൊണ്ട് ഹരിക്കുമ്പോഴോ? 5 കൊണ്ട് ഹരിക്കുമ്പോഴും 4 തന്നെ ലഭിക്കും. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ലഭിക്കും. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ലഭിക്കും. 100 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് 24 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ചെയ്തു നോക്കണം. എന്നാൽ മാത്രമേ ശരിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സംഖ്യ ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഹരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് പ്രവർത്തനം 3ലേക്ക് കടക്കാം. പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 14 സെൻറ്റിമീറ്ററുമായ ഒരു ചതുരം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് പരപ്പളവുമാണ് ചുറ്റളവുമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കണം നമുക്കിത് വരയ്ക്കേണ്ടത് കൂട്ടുകാരെ? ആദ്യം നമുക്ക് എന്ത് കണ്ടെത്തണം? നമുക്ക് വശങ്ങളുടെ തുക കണ്ടെത്തണം. ഓക്കെ, വശങ്ങളുടെ തുക കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ചുറ്റളവായിട്ടുള്ള ഈ 14 ഈ 14ൻ്റെ പകുതിയായിരിക്കും, ഹാഫായിരിക്കും നമ്മുടെ വശങ്ങളുടെ തുക എന്ന് പറയുന്നത്. അഥവാ 7 എന്ന് പറയുന്നത് എന്താണ്? വശങ്ങളുടെ തുകയാണ്. വശങ്ങളുടെ തുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വശവും കണ്ടുപിടിക്കണം അല്ലേ. അതിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പരപ്പളവ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ 12 സെൻറ്റിമീറ്റർ നമുക്ക് എങ്ങനെയാണ് കൂട്ടുകാരെ കിട്ടുന്നത്? ഏതിൻ്റെ ഗുണനഫലമാണ്? 4 × 3 ആണ് 12 എന്ന് പറയുന്നത്. 4 × 3 ആണ്. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ നീളമായിരിക്കും. 4 എന്ന് പറയുന്നത്. അതുപോലെ ഉയരം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വശങ്ങളുടെ തുക കറക്റ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ 4ഉം 3ഉം കൂടെ കൂട്ടി നോക്കിയാൽ 7 എന്ന് ഉത്തരം കിട്ടണം അല്ലേ. അപ്പോൾ വശങ്ങളുടെ തുക 7 ആണ്. അപ്പോൾ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3 സെൻറ്റിമീറ്ററും അതുപോലെ ഇവിടെ 4 സെൻറ്റിമീറ്ററും എടുത്തിട്ട് ഒരു ചതുരം നിങ്ങൾ വരക്കണം. ഓക്കെ, ഇങ്ങനെയായിരിക്കണം ചതുരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. ഇവിടെ 125 × 8 = 1000 ആയാൽ 125 × 24 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എന്താണ് ഈ നമുക്കറിയാം 125 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ് 1000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി 24 24 കിട്ടണമെങ്കിൽ നമുക്ക് 8ൻ്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ മതി 3 ചെയ്താൽ മതി അല്ലേ. 8 ഇൻറ്റു 3 എന്ന് പറയുന്നത് 24 അഥവാ അതുകൊണ്ട് തന്നെ 125 ഇൻറ്റു 8 ഇൻറ്റു 3 എന്ന് പറയുന്നത് ഈക്വലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 1000ൻ്റെ കൂടെ 1000 എന്ന് പറയുന്നതാണ് ഇത് അല്ലേ. അപ്പോൾ 1000 ഇൻറ്റു 3 ചെയ്താൽ മതി. എത്രയാണ് 3000 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 3000 എന്ന് ഉത്തരം കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്ത് ചെയ്താൽ മതി, നമുക്ക് 24 എപ്പോഴാണോ കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് മനസ്സിലാവും 8 ഇൻറ്റു 3 24 എന്ന് പറയുന്നത്. 125 ഇൻറ്റു 8 എന്ന് പറയുന്നത് 1000. അപ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടിയാൽ മതി, ഇൻറ്റു 3 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 3000 എന്ന് നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. ഇനി അടുത്തത് 900 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 300 ഓക്കെ, സമം 300 ആയാൽ 900 ഡിവൈഡഡ് ബൈ 15 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യണം നമ്മളിവിടെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ 3000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും 60 അല്ലേ, 60. അപ്പോൾ നമ്മൾ ഈ 15 സമം 3 ഇൻറ്റു 5 പറയുന്നത് എത്രയാണ് 15. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്നും ഇത് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലെ സി ചോദ്യം 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെ ആകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും കൂട്ടുകാരെ? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യണം, 90 ഡിവൈഡഡ് ബൈ 15 ചെയ്യണം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 6 നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ 90 ഡിവൈഡഡ് 15 എന്നൊക്കെ പറഞ്ഞ് വെട്ടി കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രവർത്തനം 5ലേക്ക് കിടക്കാം. ഒരു ഡെസ്കിൻ്റെ നീളം 1 മീറ്ററും 90 മീറ്ററും ആണ് എങ്കിൽ ഡെസ്കിൻ്റെ നീളം ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡെസ്കിൻ്റെ നീളം നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. എന്ത് ചെയ്യാം, 1 90 90 ഡിവൈഡഡ് ബൈ 100 മീറ്റർ എന്ന് എഴുതി കൊടുക്കാം. ഇനി ഡെസ്കിൻ്റെ നീളം മീറ്റർ അളവിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് മീറ്റർ അളവിൽ എഴുതാൻ, വളരെ ഇതാണല്ലേ. എന്താണ്, 1 മീറ്ററും 90 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് 1.90 മീറ്റർ എന്ന് എഴുതാം. 90 മീറ്റർ എന്ന് എഴുതാം. ഇനി അടുത്തത് ഡെസ്കിൻ്റെ നീളം സെൻറ്റിമീറ്റർ അളവിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 190 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതിയാൽ മാത്രം മതി. പ്രവർത്തനം 6 ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ ഘടകങ്ങൾ എഴുതിയിരിക്കുന്ന വരികളിൽ ഏതാനും അക്കങ്ങൾ വിട്ടുപോയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം താഴെയുള്ളത് ഏത് ടേബിളാണെന്ന് നോക്കാം. ഈ ടേബിളാണ്. ഇവിടെ 420 സമം 7 ഇൻറ്റു 60 സമം 7 ഇൻറ്റു 6 ഇൻറ്റു എത്രയാണ് 6 ഇൻറ്റു 10. ഓക്കെ, 10 എന്ന് വരും. 10. ഇനി 7 ഇൻറ്റു ഡാഷ് ഇൻറ്റു 3 ഇൻറ്റു ഡാഷ് ഇൻറ്റു 5. അവിടെ എത്ര വരിക, 7 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് പറയുന്നതാണ്. ഇനി അടുത്തത് 105 സമം 5 ഇൻറ്റു 21. അതിന് നമ്മൾ 5 ഇൻറ്റു 3 ഇൻറ്റു 3ൻ്റെ കൂടെ എത്ര കൂട്ടണം 7. 3 ഇൻറ്റു 7 21 എന്ന് പറയുന്നത്. ഇനി 420 ഡിവൈഡഡ് ബൈ 105 എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 എന്ന് പൊതുഘടകം ഒഴിവാക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി പ്രവർത്തനം 7 നോക്കാനുള്ളത്. ഒരു വീട്ടിൽ 6 മാസ കാലയളവിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ചുവടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്, ഏറ്റവും കുറവുള്ളത് ഏതാണെന്നൊക്കെ. കൂടുതലുള്ളത് ഏതാണ്, ഏപ്രിലാണ് അല്ലേ. ഏറ്റവും കുറവുള്ളത് ജൂണിലാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന് തൊട്ടടുത്തുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം.
ഒന്നാമത്തേത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് മാസമാണ്? ഏപ്രിലാണ് അല്ലേ. അപ്പോൾ അവിടെ ഏപ്രിൽ എന്ന് എഴുതുക, ഏപ്രിൽ. ഇനി ഏറ്റവും കുറവ് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ളത് ഏത് മാസമാണെന്ന് നമ്മൾ പറഞ്ഞത്? ജൂൺ ആണ്, ജൂൺ എന്ന് എഴുതി കൊടുക്കുക. ഏതൊക്കെ മാസങ്ങളിലാണ് തുല്യ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും 2 മാസമാണ്, ഒന്ന് മാർച്ച് മറ്റൊന്ന് മെയ്. അപ്പോൾ അവിടെ മാർച്ച് മെയ് എന്ന് എഴുതുക, മാർച്ച് മെയ്. ഇനി ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 150 യൂണിറ്റ് ആയിരുന്നു, 150 യൂണിറ്റ്. ലാസ്റ്റ് ചോദ്യം, ജനുവരി ജൂൺ എന്നീ മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവിൻ്റെ വ്യത്യാസം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? അവിടെ ജനുവരിയിൽ 100 ആയിരുന്നു, അതുപോലെ ജൂണിൽ 50 ആയിരുന്നു. വ്യത്യാസം എന്ന് പറയുന്നത് 100 - 50 എന്ന് പറയുന്നത് 50 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാം കൂട്ടുകാർ നന്നായിട്ട് ചെയ്ത് നോക്കുക. മാത്സ് ആണ്, നല്ല മാർക്കിനെ സ്കോർ ചെയ്യാനും കഴിയട്ടെ. ഉടൻ തന്നെ നമ്മൾ ഇംഗ്ലീഷ് വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.